അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും നിശ്ചലമായ പശ്ചാത്തലത്തിൽ ഇറാനെതിരെ അത്യന്തം കടുത്ത ഭാഷയിൽ പുതിയ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ലോക ചരിത്രത്തിൽ ഒരു രാജ്യത്തിന് നേരെയും പ്രയോഗിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള അതിരൂക്ഷമായ സാമ്പത്തിക പ്രഹരവും എക്കണോമിക് ഡേ പ്രഖ്യാപനവുമാണ് വാഷിംഗ്ടൺ ടെഹ്റാന് നേരെ ഉയർത്തിയത്. ഉപരോധങ്ങൾ കാറ്റിൽ പറത്തി ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ വാണിജ്യ നയതന്ത്ര ബന്ധങ്ങൾ തുടരുന്ന ഏതൊരു രാജ്യവും അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ സാമ്പത്തിക നിലനിൽപ്പിന്റെ നട്ടെല്ലായ എണ്ണ വ്യാപാരം, ബാങ്കിംഗ് ഇടപാടുകൾ, സമുദ്ര ഗതാഗത ശൃംഖലകൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ ഈ പുതിയ പടപ്പുറപ്പാട്. ഇറാനെ സഹായിക്കുന്ന വിദേശ രാജ്യങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ, വൻകിട കമ്പനികൾ എന്നിവയ്ക്ക് നേരെ അമേരിക്കൻ ഉപരോധത്തിന്റെ വാൾമുന തിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അമേരിക്കൻ ഭരണകൂടം നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂറി എന്ന വിശാലമായ നയതന്ത്ര പദ്ധതിയുടെ ഭാഗമാണ് ഈ പുതിയ പ്രഖ്യാപനങ്ങൾ. ഇറാന്റെ വരുമാന സ്രോതസ്സുകളെ പൂർണ്ണമായി അടച്ചുപൂട്ടി അവരെ സാമ്പത്തികമായി തളർത്തുക എന്ന തന്ത്രമാണ് അമേരിക്ക ഇതിലൂടെ പയറ്റുന്നത്. മാസങ്ങളായി തുടരുന്ന ഉപരോധങ്ങളും സമ്മർദ്ദ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും ഇറാൻ വഴങ്ങാത്തതിലുള്ള വൈറ്റ് ഹൌസിന്റെ കടുത്ത നിരാശയും അമർഷവുമാണ് ട്രംപിന്റെ ഈ രൂക്ഷമായ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ ഇതിനകം തന്നെ കടുത്ത ഉപരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇറാനെതിരെ ഇനി എന്ത് പുതിയ സാമ്പത്തിക ആയുധങ്ങളാണ് അമേരിക്കയ്ക്ക് പ്രയോഗിക്കാൻ കഴിയുക എന്ന ചോദ്യം അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. ട്രംപിന്റെ ഈ ഭീഷണി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇറാന്റെ എണ്ണ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന ചൈന പോലുള്ള വൻകിട ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളാണ്. അമേരിക്കൻ ഉപരോധ ഭീഷണിയെ അവഗണിച്ച് ചൈനീസ് കമ്പനികൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ അത് അമേരിക്ക ചൈന വ്യാപാര യുദ്ധത്തിന് പുതിയൊരു മാനം നൽകും. അന്താരാഷ്ട്ര സമുദ്ര ഗതാഗത മേഖലയിൽ ട്രംപിന്റെ പ്രഖ്യാപനം വലിയ രീതിയിലുള്ള ആശങ്കകൾ പരത്തിയിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കപ്പലുകളെയും അവയ്ക്ക് സേവനം നൽകുന്ന വിദേശ ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിടുമ്പോൾ പേർഷ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും കപ്പൽ ഗതാഗതം സങ്കീർണമാകും. ബാങ്കിംഗ് മേഖലയിലും സമാനമായ രീതിയിലുള്ള ഭീതി നിലനിൽക്കുന്നുണ്ട്. ഡോളർ അധിഷ്ഠിത സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് ഇറാന്റെ ബാങ്കുകളെ മുമ്പേ തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മൂന്നാം രാജ്യങ്ങൾ വഴി നടക്കുന്ന തന്ത്രപരമായ പണമിടപാടുകളെ കൂടി നിരീക്ഷിക്കാനും തടയാനുമാണ് അമേരിക്കൻ ധനകാര്യ വകുപ്പിന്റെ പുതിയ നീക്കം. അമേരിക്കയുടെ ഈ കടുത്ത നിലപാടിനോട് ഇറാൻ അതിരൂക്ഷമായാണ് പ്രതികരിച്ചിട്ടുള്ളത്. തങ്ങൾക്കെതിരെയുള്ള ഏത് സാമ്പത്തിക നാവിക ഉപരോധ നീക്കങ്ങളെയും സൈനിക ആക്രമണമായി കണ്ട് പ്രതികരിക്കുമെന്ന് ഇറാനിയൻ സുരക്ഷാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ എക്കണോമിക് ഡേ പ്രഖ്യാപനം മേഖലയിൽ ഒരു പുതിയ സായുധ ഏറ്റുമുട്ടലിന് വഴിമരുന്നിടാനാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യ, UAE എന്നിവർ വളരെ ജാഗ്രതയോടെയാണ് ഈ തർക്കങ്ങളെ നോക്കിക്കാണുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക യുദ്ധം ഒരു സൈനിക പോരാട്ടമായി മാറിയാൽ അതിന്റെ ആദ്യ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഗൾഫ് മേഖലയിലെ അയൽ രാജ്യങ്ങളായിരിക്കും. വർഷങ്ങളായി തുടരുന്ന അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ബദൽ സാമ്പത്തിക മാർഗങ്ങളും കള്ളക്കടത്ത് ശൃംഖലകളും ഇറാൻ കൃത്യമായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഔദ്യോഗിക ചാനലുകൾക്ക് പുറമെ നടക്കുന്ന ഇത്തരം രഹസ്യ വ്യാപാരങ്ങളെ പൂർണ്ണമായി തടയാൻ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് എത്രത്തോളം സാധിക്കുമെന്ന കാര്യത്തിൽ സംശയങ്ങൾ ബാക്കിയാണ്. ആഗോള ഇന്ധന വിപണിയിലും ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇറാന്റെ എണ്ണ വിപണിയിൽ നിന്നുള്ള സമ്പൂർണ്ണ പിന്മാറ്റം അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരാൻ കാരണമാകും. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതിന് പകരം കൂടുതൽ കടുത്ത യാഥാസ്ഥിതിക നിലപാടുകളിലേക്ക് കടക്കാനാണ് ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ചാനലുകൾ പൂർണ്ണമായി മടഞ്ഞു പോകുന്നത് വലിയൊരു അപകട സൂചനയാണ്. മുൻപ് ആണവ കരാറിലൂടെയും മറ്റും പരിഹരിക്കാൻ സാധിച്ചിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഏകപക്ഷീയമായ ഭീഷണികളിലേക്കും ഉപരോധങ്ങളിലേക്കും വഴിമാറിയിരിക്കുകയാണ്. അമേരിക്കയിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും വോട്ടെടുപ്പുകളും ഈ നയരൂപീകരണത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. രാജ്യത്തിനകത്ത് സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും കടുത്ത നിലപാടുള്ള ഭരണാധികാരി എന്ന് തെളിയിക്കാനുമാണ് ട്രംപ് ഇത്തരമൊരു തീവ്രമായ ആഗോള സാമ്പത്തിക നീക്കത്തിന് മുതിരുന്നതെന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ട്രംപിന്റെ എക്കണോമിക് ഡേ പ്രഖ്യാപനവും ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂറിയും പശ്ചിമേഷ്യയിലെയും ആഗോള തലത്തിലെയും ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കുകയാണ്.
സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കാൻ കഴിയുമോ, അതോ ഇതൊരു മധ്യപൂർവേഷ്യയെ ഭയാനകമായ മറ്റൊരു യുദ്ധകളമാക്കി മാറ്റുമോ എന്ന് വരും ദിവസങ്ങളിലെ സംഭവങ്ങൾ തെളിയിക്കും.